ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ ഉണ്ടാക്കിയ സാധനം മോശമെന്ന് പറയൂലല്ലോ? ആരെങ്കിലും പറയോ? ഏതെങ്കിലും ഒരാൾ ഞാൻ നിർമ്മിച്ച ഈ സാധനം മോശമാണ് എന്നാരെങ്കിലും പറയും? ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ശ്രീകാര്യത്തെ അടുത്തും വലത്തും ഒക്കെ ധാരാളം ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ പറയുന്നേതാ രുചികരമായ വിഭവങ്ങൾ, ലയൺ ആൻഡ് ജിമ്മ്, ലയൺ ജിമ്മ് എന്ന് പറഞ്ഞാൽ ആ ജിമ്മുകാരൻ എവിടെയെങ്കിലും പറയാം, അവിടെ പോയാൽ ജിമ്മില് രാവിലെയും വൈകുന്നേരവും ഒക്കെ പോയി മുട്ടുകുത്തി നിന്നാൽ അവന് സിംഹശക്തി ഉണ്ടായി, സിംഹത്തിന്റെ ശൗര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് അതിന്റെ വജ്ഹ് തസ്മിയത്ത് തന്നെ. ലയൺ ജിമ്മ് ഇതാണ് അർത്ഥം. എന്താ എഴുതി വെച്ചിരിക്കുന്ന? എന്താ, നിങ്ങൾ അവിടെ പോയാൽ സിംഹശൗര്യത്തോടുകൂടി പൗരുഷഭാവത്തോടെ നിങ്ങൾക്ക് ആവാൻ കഴിയുമെന്നാണ്. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ നിർമ്മിച്ച സാധനം മോശമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്? ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. എല്ലാവരും അയാൾ ഉണ്ടാക്കിയ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ മനോഹരമായി വാചാലമായി പറയൂ. ഞാനിപ്പോ ഈ തൊപ്പി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിപ്പോയി. അപ്പൊ ആ തൊപ്പി കച്ചവടക്കാരൻ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, വാക്കവി ഇത് മനോഹരമായ തൊപ്പിയാണ്, ഇതിന് 54 ഇഞ്ചാണ്, ഇത് നിങ്ങളുടെ തലയിൽ വെച്ചാൽ ഫോട്ടോ എടുത്താൽ കാണാൻ നല്ല രസമാകും, അത്യാവശ്യം കഷണ്ട് ഉച്ചിയിൽ മുടിയില്ലാത്തത് മറയ്ക്കാനും പറ്റും, മാത്രവുമല്ല. അപ്പൊ ഞാനത് എടുക്കാതെ ഇങ്ങനെ നിന്നപ്പോ അദ്ദേഹത്തിനോട് ഇത് മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ്, അലിഫ് ക്യാപ്പാണ്. കമ്പനി പറഞ്ഞപ്പോ അവര് തൊപ്പി നിർമ്മാണത്തിൽ ഒന്നാമതുള്ള ആളാണ്. അല്പം കൂടി ശങ്കിച്ചപ്പോൾ അയാൾ പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ ഗുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ വഅ്ള് പറയുന്ന ആളുകൾക്ക് തല ഇങ്ങനെ വല്ലാതെ വയർക്കുമ്പോ ആ ചൂട് പോകാൻ ഇതിന്റെ ഇടയിൽ ചെറിയ ഹോളുകളുമുണ്ട്, നിങ്ങൾക്കത് വളരെ നല്ലതാണ്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഇനി അത്യാവശ്യം മഴ പെയ്യുന്ന സമയത്ത് വയലിൽ വല്ലാതെ മീൻ കയറുമ്പോ ഒരു മീൻ പിടിക്കണമെന്ന് തോന്നിയാലും നിങ്ങൾക്കിത് പിടിക്കാൻ വലിയ ഫീഹ മആരിബു ഉഖറ, ഇങ്ങനെ പലവിധ പ്രയോജനങ്ങൾ ഇതുണ്ട് എന്ന് തൊപ്പിക്കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഈ തൊപ്പി ഞാൻ വാങ്ങിച്ചത്. നമ്മൾ സാധാരണ ഒരു സാധനത്തെ നമ്മൾ വിൽക്കാൻ വേണ്ടി എത്രമാത്രം പരസ്യം പറയും, ഏതുമാത്രം പരസ്യം പറയും. പക്ഷേ ഏതെങ്കിലും ഒരു നിർമ്മാതാവ് ഞാൻ നിർമ്മിച്ച സാധനം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണെന്നറിയോ? ആ പ്രൊഡക്റ്റിന്റെ പേരാണ് ദുനിയാവ്. ഈ കാണുന്ന എല്ലാത്തിനെയും, സൂര്യനെയും ചന്ദ്രനെയും ഗോളനക്ഷത്രങ്ങളെയും താരാപഥങ്ങളും നെബൂലകളും ഗാലക്സികളും കൊടിമുടികളും പീഠഭൂമികളും മരുഭൂമികളും വൻകാടുകളും നയനമനോഹരമായ എല്ലാം ഒരുക്കി വെച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. പെങ്ങളെ, നിങ്ങൾ ഇതിന് വഞ്ചിതരായി പോവല്ലേ. ഈ ദുനിയാവ് ഏറ്റവും മോശ സാധനമാണ്. അല്ലാഹു എന്ന നിർമ്മാതാവാണ് പറഞ്ഞത്. അവൻ സൃഷ്ടിച്ച ഈ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവ് വല്ലാത്ത ചതിയാണ്, മോശമാണ്. അതിനെ നിങ്ങൾ നോക്കുകയേ ചെയ്യരുതെന്ന് നിർമ്മിച്ച നിർമ്മാതാവ് പോലും മോശമാണെന്ന് പറഞ്ഞ ആ ദുനിയാവിനെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ജീവിക്കുന്നത്. ഇത് ചതിയാണ്. ഭാര്യ ഭർത്താവിനെ ചതിക്കും, ഭർത്താവ് ഭാര്യയെ ചതിക്കും, മാതാപിതാക്കൾ മക്കളെ ചതിക്കും, മക്കള് മാതാപിതാക്കളെ ചതിക്കും. ആത്മസുഹൃത്ത് ചതിയിലൂടെ കൊടുകെല്ലാം കൈക്കലാക്കിയേക്കാം. നാനാഭാഗത്തും ചതി ഒളിച്ചു നിൽക്കുന്ന ദുനിയാവാണേ. അതുകൊണ്ട് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ഏറ്റവും ചതിക്കുന്ന വസ്തുവാണെന്ന് പടച്ചവൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്റെ ഏറ്റവും വലുതായി വഴി കാണിച്ചത് നാളെ പരലോകത്തിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിങ്ങൾ ജീവിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ആ പരലോകത്തെ കുറിച്ചുള്ള ബോധവും ആ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ പരലോകത്തേക്ക് എത്തിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ പരലോകത്തെത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഒരു പരലോകം വരണ്ടേ.
നാളെ ഒരു പരലോകമുണ്ടാവണ്ടേ. ആ പരലോകമില്ലാതെ എങ്ങനെയാണ് ഈ ഭൂമിയിലെ ജീവിതം ശരിയാവുക? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്ത് നീതി നിഷേധിക്കപ്പെടുന്ന കാലത്ത് 10,000 ആളിനെ കൊന്നൊടുക്കിയ ആൾ അവസാനം മരിനായി ജീവിച്ചു പോകുന്ന ഒരു കാലത്ത് 1000 ആളുകൾ കേരള സംസ്ഥാനത്തിന്റെ നഗരത്തിലൂടെ പട്ടാപ്പകല് സഞ്ചരിച്ചു പോയൊരു പാവം കണ്ട് എന്നെ മാനഭംഗപ്പെടുത്തി എന്നവള് ലോകത്തോട് പറയുമ്പോ കോടതിയിൽ വാദപ്രതിവാദങ്ങളുടെ ഉടയിൽ വാദപ്രതിവാദങ്ങളുടെ സ്തോപജന്യമായ ദിനരാത്രങ്ങൾക്കൊടുവിൽ വർഷങ്ങൾക്ക് ശേഷം ജഡ്ജി പറഞ്ഞു അത്രേ, എല്ലാ പ്രതികളും കുറ്റക്കാരല്ല, ഇവരെയെല്ലാം വെറുതെ വിടുന്നു എന്ന് പറയുമ്പോ കോടതി വരാന്തയിലിരുന്ന് പൊട്ടിക്കരയുന്ന മാനം നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികൾ ഈ കേരളത്തിലുണ്ട്. കൊല ചെയ്യപ്പെട്ട ആളുകൾ, സാക്ഷികളെ വിലക്കെടുക്കപ്പെടുമ്പോ, നീതിന്യായ വ്യവസ്ഥകളിൽ വകുപ്പുകൾ ദുർബലമാകുമ്പോ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് പ്രധാനം, പത്രവാർത്തകളല്ല. ഒരു പാവപ്പെട്ട പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തിയത് ഇവനാണെന്ന് പറയുമ്പോ കോടതി തെളിവുകളുടെ അഭാവത്തിൽ അവനെ വെറുതെ വിടുന്ന നേരത്ത് സഹോദര സഹോദരി, എത്രയെത്ര കേസുകളാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചവന് ഈ പാവപ്പെട്ട കുഞ്ഞു പെണ്ണിന്റെ പെണ്ണുടലുകളോട് കാമാർത്തിയോട് കടന്നു പിടിക്കപ്പെടുന്ന കാലത്ത്, പൊതുവഴികളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന കാലത്ത്, കൊല ചെയ്യപ്പെട്ടവനെ നിരുപാധികം വിട്ടടിക്കപ്പെടുന്ന കാലത്ത്, കൈകാലുകൾ വെട്ടിയെരിഞ്ഞിട്ട് മയ്യഴിപ്പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ഭർത്താവിന്റെ മൃതദേഹം നോക്കി കോടതി വരാന്തയിൽ ഒരു പെണ്ണ് പറയുന്നുണ്ട്, എല്ലാ പ്രതികളെ ഈ കോടതി വിട്ടയച്ചു, എന്റെ ഭർത്താവിന്റെ കൈകാലുകൾ വെട്ടിയെരിക്കപ്പെട്ടത് മയ്യഴിപ്പുഴയിലൂടെ ഒഴുങ്ങി നീങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു പാവപ്പെട്ട അമ്മ വീട്ടിൽ വരുമ്പോ കൊച്ചു വയസ്സുള്ള 11-12 വയസ്സുള്ള പൊന്നുമോള് ജനൽ കമ്പിയിൽ അവള് തൂങ്ങിക്കിടക്കുന്ന കയറുകളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പൊന്നുമോള് ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ടു അത്രേ. ആ പോലീസ് അധികാരികൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിലെ വാദപ്രതിവാദത്തിന്റെ ഒടുവിൽ കോടതി പറഞ്ഞു അത്രേ, ഇത് പ്രതിയല്ല, നിരുപാധികം വിട്ടയക്കുന്നു. ആ സമയത്ത് കോടതിയുടെ മുമ്പിൽ ആ പ്രിയപ്പെട്ട അമ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ മകള് കൊല ചെയ്യപ്പെട്ടു പോയി, എല്ലാവരുടെയും മുമ്പിൽ എന്റെ മകള് ജനലിൽ തൂങ്ങി നിന്നുപോയി, എന്റെ മകൾക്ക് എവിടെയാണ് നീതി ഉണ്ടാവുക? ആ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു പെണ്ണ് മാനഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവളെ കെട്ടി തൂക്കിയിട്ടുണ്ട്, പക്ഷെ ഇന്നേ വരെ പ്രതിയാരെന്നറിയില്ല. സഹോദരായി ഭൂമിയുടെ ദുർബലമായ വ്യവസ്ഥിതികളിൽ രക്ഷപ്പെടുന്നവന് നാളെ ഈ തകർക്കപ്പെട്ട പെണ്ണിന് നീതി കിട്ടണ്ടേ, കൊല ചെയ്യപ്പെട്ട പെണ്ണിന് നീതി കിട്ടണ്ടേ. ആ കിട്ടുന്ന ലോകത്തിന്റെ പേരാണ് മഹ്ശറ. സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ജഡ്ജിയെ വിലക്കെടുക്കാൻ കഴിയാത്ത, ഒരാളെ പോലും നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് മാറ്റാൻ കഴിയാത്ത ലോകത്തിന്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയാണ് പരലോകത്തിന്റെ കോടതി. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു ലോകത്തിലെ ഏറ്റവും അതിവേഗ കോടതിയുടെ ഉടമസ്ഥനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു ഭയമുള്ള ആൾക്കാണ് ലോകത്തിലെ നന്നായി ജീവിക്കാൻ കഴിയുക, നല്ലവനായി ജീവിക്കാൻ കഴിയുക. ലോകത്ത് നീതിബോധത്തോടെ ജീവിക്കണമെങ്കിൽ ആ വിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലൂടെ, ഖുർആൻ വഴികാട്ടിയതിലൂടെ നടന്നു പോകണം. സഹോദര സഹോദരി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന എന്ന റിപ്പബ്ലിക്കിലൂടെ പാതിരാ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്നൊരു പാവപ്പെട്ട കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ പാതിരാ സമയത്ത് ആ കുടിലിന്റെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന പെണ്ണുകൾ കരയുകയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു, വേഷപ്രസന്നനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ അന്തി ഉമ്മിസൂ, ലോകത്തിലെ ഏറ്റവും ദുഷ്കർമ്മിയായ ഉമ്മ നിങ്ങളാണല്ലോ. ആ ചോര പൈതലും മടിത്തട്ടിലിരുത്തി കരയുമ്പോ നിങ്ങളുടെ ഹൃദയം വിറക്കുന്നില്ല?
തോന്നില്ലേ? ആ ഉമ്മ തന്നെ മുമ്പിൽ നിൽക്കുന്നൊരു ഉമറാണെന്നറിയാതെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഈ പറയുക? നിങ്ങൾ അറിഞ്ഞില്ലേ ഈ നാടിന്റെ ഭരണാധികാരിയായ ഉമർ മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷൻ അനുവദിക്കില്ലെന്ന് നിയമം പാസാക്കി. എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞവർക്കേ റേഷൻ ഉള്ളൂ എന്ന് നിയമം പാസാക്കി. എന്റെ കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരയുകയാണ്, ഞാൻ അവന്റെ മുലകുടി നിർത്താൻ പാടുപെടുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്, ആമുർ റമാദ എന്ന് പേരുള്ള വലിയൊരു ക്ഷാമം പിടികിട്ടപ്പോ, അവിടെ ഭക്ഷ്യക്ഷാമം വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉത്തരവിറക്കി, മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷനുള്ളൂ, മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലുണ്ടല്ലോ. ആമുർ റമാദയുടെ ക്ഷാമകാലത്ത് ഹബീബായ നബി തങ്ങളുടെ സഹാബി അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ, പാതിരാ സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കേട്ട് നെറ്റിത്തെരിച്ചു വീട്ടിലേക്ക് പോയി. രാവിലെ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തെന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു സാഫാത്തിലെ ഒരായത്ത് ഓതിയപ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാ ലക്കും ലാ തനാസറൂൻ. വഖിഫൂഹും നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു പറയും, വഖിഫൂഹും നിൽക്കവിടെ, ഇന്നഹും മസ്ഊലൂൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവണ്ടെന്ന് പടച്ചവൻ പറയുന്ന ഹിസാബിനെ കുറിച്ച് പറയുന്ന ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാൻ തുടങ്ങി. അവസാനം ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. അവസാന നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, ഇന്നലെ രാത്രി ഞാൻ ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്റെ ഒരു തീരുമാനത്തിന്റെ പേര് ഉമ്മയുടെ മടിത്തട്ടിലിരുന്നൊരു പിഞ്ചിളം പൈതലിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. കം ഖത്തല ഉമറു മിൻ ഔലാദിൽ മദീന, മദീനയിലെ എത്രയെത്ര കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉമർ കാരണത്താൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അല്ലാഹുവേ, നാളെ പരലോകത്തെത്തുന്ന നേരത്ത് ഉമറേ നിൽക്കവിടെ, ഉമറേ നിൽക്കവിടെ, എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പടച്ചവൻ പറയുമ്പോ ഇതിനു മറുപടി പറയാതെ ഉമറിനൊരു കാല് മുമ്പോട്ട് വെക്കാൻ കഴിയോ എന്ന് പറഞ്ഞിട്ട് മസ്ജിദ് നബവിയുടെ സുബഹി നമസ്കാരത്തില് കാരിരുമ്പിനേക്കാൾ കരുത്തുള്ള ഹൃദയത്തിന്റെ ഉടമയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞത് സൂറത്ത് സാഫാത്തിലെ ഒരായത്ത് ഓർത്തിട്ടാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നിൽക്കവിടെ, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി, പറഞ്ഞിട്ട് പോയാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് ഖുർആൻ കാണിച്ച വഴിയിലൂടെ നടന്നപ്പെടാൻ. ആരാണ് ഉമർ? പറഞ്ഞാൽ തീരില്ല. മഹാനായ സയ്യിദുനാ ഉമർ, സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ലോകത്തിലെ ഏറ്റവും നല്ല രാജാവിനെ സൃഷ്ടിച്ചത് ഖുർആനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഖലീഫ, ഏറ്റവും നല്ല നാടുവാഴിയെ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിന്റെ പരലോകത്തേക്കുള്ള വഴികാട്ടലിൽ അവരുടെ ഹൃദയം മുടക്കി നിന്നപ്പോ അവര് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി, ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും നല്ല ഭരണാധികാരി, ഏറ്റവും നല്ല ഭരണാധികാരി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല കരയാൻ. വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ നിൽക്കുമ്പോ പള്ളിയുടെ മെമ്പറിൽ നിന്നിട്ട് കരയാൻ. ഖത്തീബല്ല, ഉമർ റളിയല്ലാഹു തആല രാജാവാണ്, പ്രസിഡന്റാണ്, മുഖ്യമന്ത്രിയാണ്, കരയാൻ. എന്താ കാരണം?
നമുക്കതൊരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് എത്താൻ പറ്റില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ആരാണ് ഈ പരിവർത്തനത്തിന്റെ പുറകിൽ? ആരാണ് ഈ പരിവർത്തനത്തിന്റെ പുറകിൽ? അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു കരയാൻ. എന്തേ ഉമറെ കരയുന്നത്? ആ സമയത്താണ് പറഞ്ഞത്, എന്റെ അധികാരപതയിലെ അങ്ങേറ്റത്തുള്ള ഇറാഖിലെ ദിജ്ല നദിയുടെ തീരത്തുകൂടി അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ വെള്ളപ്പൊക്കമുണ്ടായി ദിജ്ല നദിയുടെ തീരത്തും മണ്ണിടിച്ചിലുണ്ടായി വഴിയടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്. ആ ദിജ്ല നദിയുടെ തീരത്തുകൂടി ഒരു ആട്ടിൻകുട്ടി നടന്നു പോവുകയും വെള്ളപ്പൊക്കമുണ്ടായിട്ടും മണ്ണിടിച്ചിലുണ്ടായി ആ ഭിത്തിയുടെ കെട്ട് തകർന്നുപോയി. ആ ദിജ്ല നദിയിലെ ആട്ടിൻകുട്ടി എങ്ങാനും വീണ് ചത്തുപോയാൽ പടച്ചവന്റെ പരലോകത്ത് ഉമർ സമാധാനം പറയേണ്ടി വരില്ലേ എന്നോത്തിട്ടാണ് മദീന തിരിന്ന് ഞാൻ കരയുന്നതെന്ന്. കൺമുമ്പിലല്ല, തലസ്ഥാന നഗരിയിലല്ല. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദേശീയപാത നിർമ്മാണം ഇങ്ങനെ നടന്നു പോകുമ്പോ അതിന്റെ സൈഡ് ഭിത്തികൾ ഇടിഞ്ഞിട്ട് പാവപ്പെട്ട പിക്കപ്പിന്റെ ഡ്രൈവർ മരിച്ചു പോകുന്ന, നൂറുകണക്കിന് യാത്രക്കാരുടെ സുരക്ഷകൾ, ജീവനുകൾ അപകടത്തിലാകുന്ന പുതിയ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തന്റെ തലസ്ഥാന നഗരമായ ക്യാപിറ്റൽ സിറ്റിയായ മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇറാഖിന്റെ തീരത്തുള്ള ദിജ്ല നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. നദിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയി. അതിലെ നടന്നു പോകുന്ന മനുഷ്യനല്ല, ഒരാട്ടിൻകുട്ടി ചത്തുപോയാൽ ഉമർ എന്ത് സമാധാനം പറയുമെന്ന് പറഞ്ഞ് മദീനയിൽ ഇരുന്ന് കരയുന്ന ഖലീഫ. ഒന്നാലോചിച്ചു നോക്ക്. കേരള കർണാടക സംസ്ഥാന അതിർത്തി പങ്കിടുന്ന മംഗൾപാടിയിലെ ഒരു നദിയുടെ തീരത്തുള്ള സംരക്ഷണ ഭിത്തി ഇരിഞ്ഞ് അതിലൂടെ നടന്നു പോയ ഒരാട് ചത്തുപോയതിന്റെ പേര് തിരുവനന്തപുരത്ത് നിയമസഭയിൽ ഇരുന്നിട്ട് മന്ത്രിമാര് കരയുക. ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ ഒരു ഭരണാധികാരിയെ, ആ ഭരണാധികാരിയിലേക്ക് വഴികാട്ടിയ പരിവർത്തനത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കട്ടെ. ഈ റമളാന് ഖുർആനിലൂടെ നമുക്ക് ഈ പരിവർത്തനം ഉണ്ടാവണം. ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാറണം. അങ്ങനെ നമ്മൾ ഖുർആനിന്റെ ഖാദിമീങ്ങളാവണം. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളെ എവിടെ എത്തിക്കണേ തമ്പുരാനെ. അഴിമതിയുടെ കണക്കുകൾ ഞാൻ ഇപ്പൊ ഇത് പറയാൻ പറ്റൂല, കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരണത് കൊണ്ട് നിങ്ങളിപ്പോ ഇതിനെ വേറെ വലതുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മളിപ്പോ പറയണതിന് വേറെ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുതിയ കാലത്ത് ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പയറ്റ് നടക്കുന്ന സഭയാണ്. എനിക്കിപ്പോ ആരും പ്രശ്നമല്ല, ഇമ്മ UDF ഇമ്മ LDF, നമുക്ക് രണ്ടും ആർക്കും വേണ്ടി പറയുന്ന ആളല്ല. പക്ഷെ പറയുമ്പോ നിങ്ങൾ അതിനെന്ത് ചെയ്യും? കണക്ഷൻ ചെയ്യും. ആ കണക്ഷൻ പൊതുമുതലുകൾ എവിടെയാണ് ഈ പരിവർത്തനം ഉണ്ടായത്? ആരാണ് ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? 10 ദിവസത്തെ മോട്ടിവേഷൻ ക്ലാസ് ആണോ? ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്നും ഒന്നിനെ ഒന്നോട് ബന്ധപ്പെടുത്തണ്ട. ഞാൻ പറയട്ടെ, എന്ത് പടച്ചോനെ നിങ്ങളൊന്ന് തല പോലും ആട്ടാത്തത് എന്താ? ഒന്നൊന്നും അനങ്ങി. എന്നാലും ഈ പ്രസംഗം എന്ന് പറഞ്ഞാലേ ഞാൻ ഈ ഒന്നും ഇടയ്ക്കൊരു നാടൻ വർത്താനം പറയാം. ഓൾറെഡി സമയം പോയി. അത് കൃത്യമായിട്ട് അവസാനിപ്പിക്കണം. വിഷയത്തോട് നീതി പുലർത്തണം. അതുകൊണ്ടാണ് ഒരു സാധാരണ വർത്താനം പോലും പറയാത്തത്. നിങ്ങളിങ്ങനെ വളരെ ഗൗരവത്തില് ഇപ്പൊ പ്രസംഗം തന്നെ ഒരു വെല്ലുവിളിയാണ്. വരാതാ ബൈനഹുമാ ഹിജാബും വാലൽ അറാബി റിജാൽ. താഴെ കുറെ ആളുകള്, മേലെ കുറെ ആളുകള്, സ്വർഗത്തിന്റെ തട്ടുപോലെ അപ്പുറത്ത് ഇപ്പുറത്ത് വലതു ഭാഗത്ത് മുഅ്മിനാത്തുകൾ. ഇതെല്ലാരോടും നമ്മൾ ഈ അഭിസംബോധന ചെയ്യണം. ഒന്നാമത്തെ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നാടൻ വർത്താനത്തിലേക്ക് പോകാത്തത്. വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുക എന്നത്. എന്തിനാണ് നമ്മുടെ മഹല്ലിന്റെ കീഴിൽ ഇത്രയും ചെലവിൽ ഒരു അറബി കോളേജ്? എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത്? ആ ചോദ്യത്തിനൊക്കെ ഒത്തിരി 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 ഉദാഹരണങ്ങളുണ്ട്. ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ. ഹബീബ നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യനെ
നല്ല മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ ആ വഴികാട്ടി ഖുർആനായിരിക്കണം. ഖുർആനിന്റെ വഴിയിലൂടെ നടന്നാല് ഒരു നല്ല മനുഷ്യനുണ്ടാവും, ഒരു നല്ല സ്ത്രീ ഉണ്ടാവും. ഒരു നല്ല സ്ത്രീ ഉണ്ടാകണമെങ്കിൽ എവിടെ പോകണം? സൂംബ ഡാൻസ് കളിച്ചാൽ ഉണ്ടാവില്ല. ഒരു നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആരുടെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ് സഹോദര സഹോദരി? ഇപ്പൊ ഖുർആനിന് മുഴുവനും പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ വിപുലമായി പറയാൻ കഴിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പ്രിയപ്പെട്ട സഹോദരി, ഒരേ ഏറ്റവും നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എവിടെയാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ സഹോദരി? ഏറ്റവും നല്ല സ്ത്രീ ആരാ? ഐശ്വര്യ റായ്, ലാറാ ദത്ത, യുക്താമുഖി, ഇങ്ങനെ നമുക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. മദർ തെരേസ, അൽഫോൻസാമ്മ, ഇങ്ങനെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ലോകചരിത്രത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ ആരെന്നറിയോ? ആ സ്ത്രീകള് ശരീര സൗന്ദര്യ പ്രദർശന മത്സരത്തില് സമ്മാനം മോഹിച്ചു പുമറേനിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടിയിട്ട് സൗന്ദര്യ റാമ്പുകളിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യപട്ടം നേടിയ റാണിമാരല്ല, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ ആരെന്നറിയോ? നേമൻ നിസാഉ നിസാഉൽ അൻസാർ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാരിയത്തായ സ്ത്രീകളാ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ സ്ത്രീകൾ ഏറ്റവും നല്ല സ്ത്രീകളായത് ഏതതിന്റെ പേരിലാ? അവരുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ പേരിലല്ല, അവരുടെ ഇൻസ്റ്റയുടെ ഫോളോവേഴ്സിന്റെ ആധിക്യത്തിലല്ല, 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളായത് എങ്ങനെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. ഓ നബിയേ, വകുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയേ. ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, തലയും മുഖവും മറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് അവരാരും ചോദിച്ചില്ല നബിയേ, ഈ ആയത്ത് മൻസൂഖാണോ? ഈ ഹദീസ് ലൈഫാണോ? ഇതിന്റെ സനദുകളുണ്ടോ? ഇത് മുത്തസിലാണോ? ഇത് മുൻഫസിലാണോ? ഇസ്ലാമിന്റെ കർക്കശമായ വിധി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിലെ സഹാബത്തിനോട് ഓതിക്കൊടുത്തു, സഹാബാ, നിങ്ങളുടെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണേ, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണേ. ആ സമയത്ത് അൻസാരികളായ സ്ത്രീകള് അവര് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, തണുപ്പുള്ള മദീനയില് പുതയ്ക്കാൻ ഉപയോഗിച്ച പുതപ്പ് കീറിയിട്ട് അവര് ടൈലറില്ലെന്ന് പറഞ്ഞില്ല, അത് തയ്ച്ചു കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല, റമളാനാകട്ടെ എന്ന് പറഞ്ഞില്ല. ഖുർആനിൽ ഒരു ആയത്തിന്റെ നിയമം ഇറങ്ങിയപ്പോ അവര് പുതച്ച് മദീനത്തെ കൊടുമ്പിരി കൊള്ളുന്ന തണുപ്പത്ത് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചു കീറിയിട്ട് അവരുടെ മുഖം ഇങ്ങനെ മറച്ചു കിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ ഹിജാബ് അണിഞ്ഞു നബിയേ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, തലമറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, ടൈലറില്ല, കട തുറന്നില്ല, സമയമായില്ല, യാതൊരുവിധ പ്രതിവാദങ്ങളില്ല, കിടക്കുന്ന പുതപ്പ് പുതത്ത് കീറിയിട്ട് തലമറച്ച മുഖം മറച്ച മദീനത്തെ സ്ത്രീകളാണ്. നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ.
അവര് മദീനയിലെ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളാ. ഇൻസ്റ്റയിൽ ഒരു റീലിട്ടാലെന്താ, കല്യാണത്തിനൊന്ന് തുള്ളിച്ചാടിയാലെന്താ, എന്റെ കുടുംബക്കാരുടെ കൂടെയല്ലേ, തലേ ദിവസമല്ലേ, ഒരു റീലൊക്കെ എടുത്താൽ പ്രശ്നമെന്താ? ഇല്ല സഹോദരി, ഇല്ല. പക്ഷേ ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മആബാ ലാബിഥീന ഫീഹാ അഹ്ഖാബാ. നാളെ കത്തിക്കാളുന്ന നരകം പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല സ്ത്രീയെ സൃഷ്ടിച്ച ആ വഴികാട്ടിയുടെ പേരാണ് വിശുദ്ധ ഖുർആൻ. ഒറ്റ ആയത്ത്, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന. പുതച്ചു കിടക്കണ പുറപ്പ് വലിച്ചീറിയിട്ട് ഒരു മുഖം മറച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, പക്ഷെ ഉൾക്കൊണ്ടാൽ അതൊരു പുളകമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ, പൊതു ഖജനാവിനെ സ്വീകരിച്ച ആൾ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഇതിനകത്ത് ഇപ്പൊ ചൊല്ലാൻ പേടിക്കാനൊന്നുമില്ല. ഹസ്ബി റബ്ബി ജല്ലല്ല, എനിക്കെന്റെ റബ്ബ് മതി. ഇനിയിപ്പോ പേടിച്ചിട്ട് ചെല്ലാത്താണോ എന്ന് അറിഞ്ഞൂടാ. ആ താളം കേട്ടിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ല, എനിക്കെന്റെ റബ്ബ് മതി. മാഫി ഖൽബി ഗൈറുള്ള, എന്റെ കൽബില് എന്റെ ഹൃദയത്തില് റബ്ബല്ലാതെ മറ്റൊരാളില്ല. നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്, അള്ളാഹുവിന്റെ നൂറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞാൻ സലാത്ത് ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ പാരമ്പര്യമായി പരമ്പരാഗതമായി നമ്മുടെ തായ്വടിയിൽ പറഞ്ഞു തന്ന മനോഹരമായ, നമ്മുടെ നെഞ്ചിലുടക്കി നിന്ന ഒരു ആദർശത്തിന്റെ തൗഹീദിന്റെ മന്ത്രമാണിത്. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങാനും എന്റെ വീട്ടില് പഴയ വീഡിയോ കോണിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിട്ട് മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്റെ വീട്ടിൽ ഇത് കേറ്റിയാൽ മലക്കുകൾ ഈ വീട്ടിൽ കയറൂല, അതുകൊണ്ട് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മൂമ്മമാരുണ്ട്, നമ്മളെ ദീൻ പഠിപ്പിച്ചു തന്നവര്. ഇപ്പൊ അവര് സ്വന്തം റീലിടാൻ തുടങ്ങി. ആ കെട്ടകാലത്താണ് നന്മ പറഞ്ഞു തരാൻ ഒരാൾ പോലും ഇല്ല. ഇതാണ് നന്മ, ഇതിലേടൊക്കെ നടക്കൂ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അണ്ണൊന്ന് ഉറക്കെ പറയീൻ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. ഉറക്കെ ഹസ്ബി റബ്ബി. മെല്ലെ നനങ്ങിയിട്ടുണ്ട്. ബദറിലും മികന്തൊരു ശോഭനബി ബീവി ആമിനത്തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി.